നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ സ്പെഷ്യൽ ഈവനിംഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഭാരതത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബ്ലെസ്സിംഗ് ആയിരുന്നു, ഒരു അനുഗ്രഹമായിരുന്നു കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന വഖഫ് നിയമം അത് അക്ഷരാർത്ഥത്തിൽ പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയായിരുന്നു. അതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 95-ലും 2013-ലുമൊക്കെ അനിയന്ത്രിതമായിട്ടുള്ള അധികാരങ്ങൾ കരസ്ഥമാക്കിയ ആ ഒരു വഖഫ് നിയമം തീർച്ചയായിട്ടും അതിനെ ഭേദഗതി ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഭാരതത്തിലെ മതേതര വിശ്വാസികൾ നോക്കിക്കണ്ടത്. ഇപ്പോൾ ആ ബില്ലുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. പതിറ്റാണ്ടുകളായി എങ്ങനെയാണ് ഒരു നിയമത്തിലൂടെ ഒരു കൂട്ടർ രാജ്യത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചത് എന്നതിൻ്റെ ചില സൂചനകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരികയാണ്. ഈ വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ജൂൺ 6-ാം തീയതി മുതൽ ഡിസംബർ 6-ാം തീയതി വരെ ഈ നിലവിലുള്ള വഖഫ് പ്രോപ്പർട്ടീസ് ഈ ഉമ്മീദ് പോർട്ടൽ ആ ഒരു സംവിധാനത്തിലൂടെ രജിസ്റ്റർ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, 1.5 ലക്ഷം വഖഫ് പ്രോപ്പർട്ടീസ് മാത്രമാണ് ഈ ഡിസംബർ 6 വരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അത് രജിസ്റ്റർ ചെയ്യാത്തതിന് പല ന്യായീകരണങ്ങളും പല കാരണങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുൻപ് നിലനിന്നിരുന്ന റാംസി പോർട്ടൽ എന്ന് പറയുന്ന ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് 8 ലക്ഷത്തിലധികം പ്രോപ്പർട്ടീസ് ആണ്. അതിന്റെ സ്ഥാനത്താണ് ഈ ഡിസംബർ 6 വരെ 1.5 ലക്ഷം പ്രോപ്പർട്ടീസ് മാത്രം, വഖഫ് പ്രോപ്പർട്ടീസ് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? അക്ഷരാർത്ഥത്തിൽ വർഷങ്ങളായി ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു കിരാത നിയമത്തിന്റെ പൊയ്മുഖം അഴിഞ്ഞ് വീഴുകയല്ലേ ഈ പുറത്തു വരുന്ന വാർത്തകളിലൂടെ? ഈ വിഷയങ്ങളാണ് 4 മണി ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഈ ഉമ്മീദ് പോർട്ടൽ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വാർത്ത അധികം കാര്യമായിട്ടൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ അങ്ങ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വീഡിയോ, ഷെക്കേന ന്യൂസും അത് സംപ്രേഷണം ചെയ്തിരുന്നു. നിരവധി പതിനായിരങ്ങളാണ് ആ വീഡിയോയിലൂടെ ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഉമ്മീദ് പോർട്ടലിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു വഖഫ് പ്രോപ്പർട്ടീസ്, അതിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡേറ്റ അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിപ്പിക്കുന്നതല്ലേ? എങ്ങനെയായിരുന്നു ഈ ഒരു നേരത്തെ നിലനിന്നിരുന്ന കിരാത നിയമത്തിലൂടെ ഭാരതത്തിലെ ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരുന്നത് എന്നതിന്റെ വലിയൊരു സൂചന തന്നെയല്ലേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടികളുടെ എണ്ണത്തിൽ വന്ന കുറവിനേക്കാൾ എന്നെ അതിശയിപ്പിച്ചത് ഇവിടെ ഇത്രയധികം ഡിസ്കസ് ചെയ്യപ്പെട്ട ഈ വഖഫ് ആക്ട്, വഖഫ് ബില്ല് നമ്മുടെ പത്രങ്ങളൊക്കെ എത്രയോ ദിവസങ്ങളായിട്ട് വലിയ വലിയ തലക്കെട്ടുകളിൽ കൊടുത്തതാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഉമീദ് പോർട്ടൽ എന്ന് പറയുന്നത്. ആ ഉമീദ് പോർട്ടൽ ഡിസംബർ 6-ന് ക്ലോസ് ചെയ്തപ്പോൾ അതിനകത്ത് എത്ര പ്രോപ്പർട്ടീസ് രജിസ്റ്റർ ചെയ്തു എന്ന് എൻ്റെ വീട്ടിൽ വരുത്തുന്ന പത്രങ്ങൾ മലയാള മനോരമയും ദീപികയും ദ ഹിന്ദുവുമാണ്. ഞാൻ ദീപികയിലും മലയാള മനോരമയും ഇതിനെ സംബന്ധിച്ച് ഒരു വാർത്തയും കണ്ടില്ല. ഹിന്ദുവിലാണ് ഡിസംബർ 7-ന് ഈ ഒരു വാർത്ത കണ്ട് അങ്ങനെയാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്ന ആളല്ല. അപ്പൊ ഞാൻ പലരോടും ചോദിച്ചു, ചിലരുടെ വീട്ടില് മറ്റു മാതൃഭൂമി വരുന്നവരുണ്ട്, മറ്റു പല പത്രങ്ങൾ വരുന്നുണ്ട്. ആരുടെ വീട്ടിൽ വന്ന ഒരു പത്രത്തിലും ഈ വാർത്ത ഉണ്ടായില്ല. ഇതാണ് വാസ്തവത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഞെട്ടലുണ്ടാക്കിയത്. ഇവരെ വലിയ കോലാഹലമായിട്ട് എത്രയോ ദിവസങ്ങളിൽ വെണ്ടയ്ക്ക നിരത്തി ഈ വഖഫ് നിയമം കൊണ്ടുവന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ചവിട്ടിപ്പൊളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പത്രങ്ങളൊന്നും ഈ ഉമീദ് പോർട്ടലിനകത്ത് 8.25 ലക്ഷം വഖഫ് പ്രോപ്പർട്ടികളുടെ അകത്ത് നിന്ന് അന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്ത 1.5 ലക്ഷം പ്രോപ്പർട്ടികളെ ചെയ്തുള്ളൂ എന്നാണ്. പക്ഷെ ഇന്ന് മിനിസ്ട്രി പുറത്തുവിടുന്ന കണക്ക് പ്രകാരം 5,17,040 പ്രോപ്പർട്ടികൾ അവര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് 2,16,905 എണ്ണമാണ്. ബാക്കി 2,13,941 എണ്ണം പ്രോസസ്സിംഗിന്റെ വഴിയിലാണ്. പ്രോസസ്സിംഗിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇത് ഡോക്യുമെന്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ 90% അല്ലെങ്കിൽ 100% തട്ടിപ്പോകും. കാരണം അവർ ഈ ഡോക്യുമെന്റ്സ് ചെക്ക് ഇവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് തീരാത്തത്. ഔട്ട്റൈറ്റ് ആയിട്ട് 10,869 എണ്ണം അതിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള പ്രോസസ്സുകൾ പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ പുറത്തായി പോവുകയും ചെയ്തു. നേരെ മറിച്ച് ഇതിന് മുമ്പുണ്ടായിരുന്ന വാംസി പോർട്ടൽ എന്ന് പറയുന്നത് അത് നവംബർ 15, 2010 ആക്റ്റീവ് ആയതാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, 2047 ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഇവിടെ നടക്കുന്നുണ്ട്.
ഈ ശക്തി ഇതിനെതിരെ തുടങ്ങിയൊന്നുമല്ല. അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഇത് പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്ത് കൊണ്ടുവന്നൊരു കാര്യമാണ്. അപ്പൊ ഈ 2010 നവംബർ 15 ഓപ്പൺ ചെയ്ത വാംസി പോർട്ടൽ ആദ്യം ഒന്നും കാര്യമായിട്ട് രജിസ്ട്രേഷൻസ് ഇല്ലായിരുന്നു. കാരണം അതിനകത്ത് ആവശ്യമായ മിനിമം രേഖകൾ പോലും ഈ ഭൂമികൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് 2013 UPA ഗവൺമെന്റ് പ്രത്യേകിച്ച് യാതൊരു രേഖയും വേണ്ട, വഖഫ് ബോർഡ് ഭൂമികൾക്ക് നിങ്ങൾ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി, ബാക്കി ഉള്ള കാര്യം ഇനി വേറെ വല്ലവരും വേണം തെളിയിച്ചോട്ടെ. ഇപ്പൊ എന്റെ പ്രോപ്പർട്ടി ചൂണ്ടിയിട്ട് പണ്ട് നിന്റെ അപ്പൂപ്പനും അതിന്റെ അപ്പൂപ്പനും അതിനേക്കഴിഞ്ഞും വലിയ അപ്പൂപ്പനും ഉണ്ടാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നിന്റെ ഈ പ്രോപ്പർട്ടി നമ്മുടെ നാട്ടിലെ ഇപ്പൊ കേരളത്തിലെ പ്രോപ്പർട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അത് ദേവസ്വം, ബ്രഹ്മസ്വം, രാജസ്വം എന്നിങ്ങനെ 3 കാറ്റഗറി ഭൂമിയാണ് ഉണ്ടായിരുന്നത്. ആ ഭൂമിനെ ഏതെങ്കിലുമൊക്കെ കാലത്ത് പലവിധ ഡീലുകളിലൂടെ ഒരുപക്ഷെ പിന്നെ എന്താ പറയാ റെന്റഡ് പ്രോപ്പർട്ടികളായിട്ട്, പിന്നെ പാട്ടം എന്ന് പറഞ്ഞ വ്യവസ്ഥ, വിവിധ തരത്തിൽപ്പെട്ട പാട്ടങ്ങളായിട്ടോ അല്ലെങ്കിൽ ജന്മസ്വത്തായിട്ടോ ഒക്കെ വിറ്റ് അങ്ങനത്തെ രേഖകളാണ് ഉള്ളത്. അപ്പൊ ആ രേഖ ഉണ്ടാകുന്നതിന് മുൻപേ ഇതിൽ ടിപ്പു സുൽത്താൻ കടന്നു പോയായിരുന്നു, അവൻ ഇതിലേക്ക് നോക്കിയിട്ടുണ്ട്, അന്ന് ഇത് വഖഫാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ക്ലെയിം വെച്ച് കഴിഞ്ഞാൽ, ഈ ടിപ്പു സുൽത്താൻ എന്റെ ഭൂമിയുടെ അടുത്തൂടെ കടന്നു പോയിട്ടില്ല, അയാൾ അങ്ങനെ ഒരു ക്ലെയിം വെച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് എന്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഈ ഭൂമി ആരാണോ കൈവശം അവന്റെ ആവശ്യമാണ് എന്ന് പറയുന്ന ഈ ബില്ല് പാസ്സാക്കിയത് 2013 ഇത് ഈ പോർട്ടൽ കണ്ടുകൊണ്ട് തന്നെ ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ പോർട്ടലിനകത്ത് കുത്തി നിറച്ച് ഇവർ പ്രോപ്പർട്ടികളെ രജിസ്റ്റർ ചെയ്തത്. 2024 ഡിസംബർ 9 ഈ പോർട്ടല് ഗവൺമെന്റ് ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്യുന്നവരെ ഇതിനകത്ത് ഇട്ട പ്രോപ്പർട്ടികളുടെ എണ്ണം 8.72 ലക്ഷമാണ്. ഇന്ത്യയിൽ അക്രോസ് 30 സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറീസിലുമായിട്ട് 8.72 ലക്ഷം പ്രോപ്പർട്ടികൾ ഈ വാംസി പോർട്ടലിനകത്ത് ഇവർ കയറ്റി രജിസ്റ്റർ ചെയ്തു വിതൗട്ട് എനി രേഖ. ഇത് ഞങ്ങളുടേതാണ്. ഒരുപക്ഷെ നമ്മൾ മുൻപത്തോ ചിലപ്പോൾ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ടാവും. അപ്പം ഈ പറയുന്ന വാംസി പോർട്ടലിനകത്ത് 8.7 ലക്ഷം പ്രോപ്പർട്ടി, ഇത് മൊത്തം 38 ലക്ഷം ഏക്കർ ഭൂമി വരും. ഇത് നമ്മുടെ മുനമ്പം ഭൂമി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പട്ടണങ്ങളുടെ നടുക്ക് കണ്ണായ ഭൂമിയാണ് എന്ന് ഓർക്കണം. അങ്ങനെ 38 ലക്ഷം ഏക്കർ ഭൂമി 8.72 ലക്ഷം ടൈറ്റിലുകളായിട്ട് ഈ വാംസി പോർട്ടലിൽ കയറി. അപ്പം അതിനകത്ത് 22 ലക്ഷം പ്രോപ്പർട്ടിയുള്ള വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. അതായത് ഞങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ്. ഇപ്പൊ നമ്മൾ ഒരു ഭൂമി പാട്ടത്തിനെടുത്തു, അതിന്റെ ഓണർ വരെയാണ്, ഓണർ എടുത്താണ് നിങ്ങൾ ഈ ഭൂമി പാട്ടത്തിനെടുക്കുന്നത്, പാട്ടത്തിനെടുത്തപ്പോൾ വഖഫാക്കി, ഓണറോട് ചോദിച്ചില്ല, ഓണറോട് ചോദിക്കാതെ പാട്ടത്തിനെടുത്തോ വഖഫാക്കി. വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ സാധനമാണത്. അപ്പം ഇങ്ങനെ ഉള്ള പ്രോപ്പർട്ടികളാണ് ഇതിനകത്ത് 22 ലക്ഷം ഏക്കർ. അത് 4 ലക്ഷം പ്രോപ്പർട്ടികളുണ്ട്. 8.72 ലക്ഷം ടൈറ്റിലുകളിൽ 4 ലക്ഷം ടൈറ്റിലുകൾ വഖഫ് ബൈ യൂസർ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അത് 22 ലക്ഷം ഏക്കർ വരും. അതൊക്കെ ഈ വാംസി പോർട്ടലിൽ കയറി കിടന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ ഈ 2025 പുതിയ ആക്ട് വരികയും അങ്ങനെ ജൂൺ 6, 2025 ഉമീദ് പോർട്ടൽ ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അപ്പൊ ഉമീദ് പോർട്ടലിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കൃത്യമായ രേഖകൾ ആവശ്യമുണ്ട്. അങ്ങനെ രേഖകളോട് കൂടിയിട്ട് ഇത് ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഉടമസ്ഥന്മാരെ തന്നെ മുതവലി എന്നാണ് വിളിക്കുന്നത്. ഇത് പിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ മുതവലികളെന്ന് വിളിക്കും. അങ്ങനെ മുതവലികൾക്കോ അല്ലെങ്കിൽ മുതവലി അയക്കുന്ന ആളുകൾക്കോ ഈ പോർട്ടലിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഗവൺമെന്റ് പല ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. ഇതെങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മുതവലി തന്നെ ചെയ്യണമെന്നില്ല, അയാൾ അയക്കുന്ന ഒരു എക്സ്പെർട്ട് ഇത് ചെയ്താൽ മതി. അങ്ങനെ എക്സ്പെർട്ടുമാരെ, അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എക്സ്പെർട്സ് ആയിട്ടുള്ളവർക്കൊക്കെ ക്ലാസ്സുകൾ എടുത്തു കൊടുത്ത് ഇതിനകത്ത് കഴിയുന്നത്ര വേഗം നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്ത് ചെയ്യിച്ചു. അപ്പൊ ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കറിയാം. ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ് ഓഫ് മുതവലിയാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് ഇവർ ചെയ്യേണ്ടത് കോപ്പീസ് ഓഫ് ദി വഖഫ് ഡീഡ്. എങ്ങനെയാണ് ഇവർക്ക് വഖഫിലേക്ക് കിട്ടുന്നതിന് ഡീഡ് വേണം. വഖഫ് ഡീഡ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് ആവശ്യമുണ്ട്. മൂന്നാമത്തത് ഇതിന്റെ ലാൻഡ് റവന്യൂ അടച്ച ടാക്സ് കെട്ടിയ റെസീറ്റ് വേണം. പിന്നെ പട്ടയം വേണം. ദെൻ അതിന്റെ ലേറ്റസ്റ്റ് സർവേ മാപ്പ് ആവശ്യമുണ്ട്. സൈറ്റ് പ്ലാൻ ആവശ്യമുണ്ട്. നമ്മൾ സാധാരണ ഒരു ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ എന്തൊക്കെ രേഖകളാണോ ആവശ്യമുള്ളത് ആ രേഖകളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങൾക്ക് അത് കയറ്റിയിടാം. അങ്ങനെ കയറ്റിയിടാൻ വേണ്ടി ശ്രമിച്ചതിൽ ജയിച്ച ഭൂമികളുടെ എണ്ണമാണ് പറഞ്ഞത് 2,16,905 പ്രോപ്പർട്ടീസ് മാത്രമാണ് ഈ പറഞ്ഞ രേഖകളോടുകൂടി ഉമീദ് പോർട്ടലിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവര് പോയിട്ട് ഗവൺമെന്റിനോട് പറഞ്ഞു 6 മാസത്തിനുള്ളിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഡിസംബർ 6 ഡേറ്റ് തീരും.
അതെ. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു അത് പറ്റില്ല, കാരണം ഇത് പാർലമെന്റ് നിയമമാണ്, നിയമത്തെ ആർക്കും മാറ്റാനാവില്ല. പാർലമെന്റ് നിയമം പാസ്സാക്കിയാൽ അത് വെറുതെ ഒരു മന്ത്രി വിചാരിച്ചാലോ അല്ലെങ്കിൽ കോടതി വിചാരിച്ചാലോ മാറ്റാൻ പറ്റില്ല. ഒരു സുപ്രീം കോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു കോടതിക്ക് ഇത് മാറ്റാൻ പറ്റില്ല, കാരണം ഇത് രാജ്യത്തെ നിയമമാണ്, December 6 മുമ്പ് ചെയ്യണം. അപ്പൊ ഇവർ പറഞ്ഞു സൈറ്റിന് കേടാണ്. നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ഓരോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സൈറ്റ് ഡൗൺ ആണെന്നൊക്കെയാണ് പറയുന്നത്. സൈറ്റ് ബ്ലോക്ക് ആയി, കിട്ടുന്നില്ല, ജാമായി, അല്ലെങ്കിൽ ബൈറ്റ് ശരിയായില്ല, കിലോ ബൈറ്റ് ശരിയായില്ല, പല കാര്യം പറയും. അപ്പൊ ഇവരിതൊക്കെ പറഞ്ഞു കാര്യം. അപ്പൊ എങ്ങനെയാണെങ്കിൽ ആ ജാമായ സംഗതിയുടെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്തു വെക്കുക, എന്നിട്ട് നിങ്ങൾ വഖഫ് ബോർഡിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുക, കൺസേൺ വഖഫ് ബോർഡിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുക. അപ്പൊ കേസ് കൊടുത്താലും ഈ 6 മാസം എക്സ്റ്റൻഷൻ ഉള്ളൂ, അതായത് അടുത്ത ജൂൺ 6, 2026 വരെ എക്സ്റ്റൻഷൻ ഉള്ളൂ. അപ്പൊ വഖഫ് ബോർഡ് ഇപ്പൊ പറയുന്നത് 1-2 കേസല്ല വരാൻ പോകുന്നത്. ഈ 2,16,900 എണ്ണമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. 10,800 എണ്ണം റിജക്ട് ചെയ്തു. ബാക്കിയുള്ള ഈ 8.4 ലക്ഷത്തിൽ ബാക്കിയുള്ളതിന് മുഴുവൻ കേസ് വരെ എടുത്തേക്ക് വരില്ല. ഇവരെ കൊണ്ട് 6 മാസം കൊണ്ട് നോക്കാൻ പറ്റും. കാരണം ഇതൊന്നും ശരിയായിട്ടുള്ള സാധനമല്ല. എന്ത് വഖഫ് ബോർഡിന് ചുമ്മാ അങ്ങോട്ട് പിന്നെ അത് മുസ്ലിങ്ങളുടെ പള്ളിയൊന്നും അല്ല സാധനം, അത് നിയമപരമായിട്ടുള്ള സംഗതിയാണ്. ഇവരെടുത്തൊരു സാധനം കൊണ്ട് കൊടുത്താൽ അവർക്ക് നിയമപരമായിട്ട് പരിശോധിക്കണം. ഒരു കോടതി പരിശോധിക്കുന്നത് പോലെ നിയമപരമായിട്ട് പരിശോധിക്കാൻ മാത്രമല്ല, പുതിയ നിയമം അനുസരിച്ച് വഖഫ് ബോർഡിലെ ഏത് കാര്യവും നിങ്ങൾ ഹൈക്കോടതി ചോദ്യം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് വഖഫ് ബോർഡിന് തോന്നിയമാനൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇനി കാര്യമായിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല എന്നും, ഈ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടീസ് മാത്രമേ വാസ്തവത്തിൽ ഇവരുടെ ഉള്ളൂ എന്നും ആണ് ഏകദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വഖഫിന്റെ എന്ന് പറഞ്ഞ് ഈ രാജ്യം തന്നെ വിഴുങ്ങാൻ വന്ന വഖഫ് പ്രോപ്പർട്ടിയുടെ പേരിൽ ഈ രാജ്യം തന്നെ 2047 അവർ സ്ഥാപിക്കാൻ പോകുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി അവർ വിഴുങ്ങാൻ വേണ്ടി ശ്രമിച്ച ആദ്യത്തെ ശ്രമം ഒരു വാരിപ്പിടുത്തം. ആ വാരിപ്പിടുത്തത്തിനകത്ത് നിന്ന് ഒരുപാട് പ്രോപ്പർട്ടികൾ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ, ഈ നാട്ടിലെ സാധാരണ പൗരന്മാർക്ക് വേണ്ടി രക്ഷപ്പെടുത്തിയെടുക്കുവാൻ ഈ പുതിയ നിയമത്തിന് സാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രോപ്പർട്ടികളിൽ 99.99% മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്നുള്ളതാണ്. മുനമ്പം പോലെയുള്ള പ്രോപ്പർട്ടികൾ ഇതിപ്പോ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ അവര് വഖഫ് പ്രോപ്പർട്ടികളായിട്ട് ഡിമാൻഡ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡിൽ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ച 10-36 പ്രോപ്പർട്ടികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിനകത്ത് 24ാമത്തെ പ്രോപ്പർട്ടി ആയിരുന്നു മുനമ്പ് എന്ന് പറയുന്നത്. ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ മുനമ്പത്ത് ഇവർ ഈ പണി തുടങ്ങിയതാണ്. മുനമ്പത്തെ ഈ സ്ഥലത്ത് ഇതുപോലത്തെ തന്നെ 36 പ്രോപ്പർട്ടികൾ ഇവർ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കഴുത്തിന് പിടിക്കാൻ വേണ്ടി. ഈ മുനമ്പത്തെ ഈ പരിപാടി തുടങ്ങി വെക്കുമ്പോൾ അതിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അടുത്തത് പിടിക്കാനെന്ന് വിചാരിച്ചാണ് ഇവർ ഈ സംഗതി ചെയ്തത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ധാരാളമായിട്ട് ജിഹാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നും, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഡോക്യുമെന്റ്സ് അവർ തിരയുന്നുണ്ട് എന്നും, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുള്ള ഡോക്യുമെന്റ്സ് ഉള്ള പ്രോപ്പർട്ടികളുടെ മേലെ ഇത്തരത്തിലുള്ള പിടിമുറുക്കുവാൻ ജിഹാദികൾ ഉറച്ചിരുന്നു എന്നുള്ള വാർത്തകളും അതിനു മുമ്പ് പുറത്തു വന്നതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു ലാൻഡ് ഗ്രാബിംഗ്, ലാൻഡ് പിടിച്ചു പറിക്കാനുള്ള UPA ഗവൺമെന്റ് പാസ്സാക്കി കൊടുത്ത നിയമത്തിന്റെ മറവിൽ വലിയ ഒരു ലാൻഡ് ഗ്രാബിംഗ് ചാൻസ്, ഒരു അവസരമാണ് അവർ ശ്രമിച്ചതെന്നും ആ അവസരത്തിനാണ് മോഡി ഗവൺമെന്റ് തടയിട്ടത് എന്നും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർ ഈ സമയത്ത് കാര്യമായ പ്രതിഷേധ സ്വരം പോലും ഉയർത്തുന്നില്ലല്ലോ. ഇവര് പ്രതിഷേധ സ്വരം പോയി സാധാരണ രീതിയിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ എല്ലാം പോയി പറഞ്ഞ കാര്യമില്ല. ഒറിജിനലായിട്ട് സാർ നമ്മൾ ആരെങ്കിലും സംഭവിക്കുമോ? നമ്മുടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒറിജിനലായിട്ട് ഏൺ ചെയ്തൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ അതൊരു ഗവൺമെന്റ് സൈറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മളാണെങ്കിൽ ബഹളം വയ്ക്കില്ലേ? ഈ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് നിലവിളിച്ച ഒരുത്തനെയും ഇപ്പൊ കരയുന്നിടത്ത് കാണാനില്ല. അതിന്റെ കാരണം ഈ പറഞ്ഞത് മുഴുവൻ കട്ടതാണ്. ഇത് പുറത്തു പറയാൻ കൊള്ളുകയല്ല, പുറത്തു പറയാൻ കൊള്ളാത്തത് കൊണ്ട് തന്നെ ഇവന്മാർ ഉണ്ടാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പത്രത്തിലും ഈ വാർത്ത വരാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തമാണ്. ശ്രീ ജോൺസൺ കൊച്ചോർമ്മ, നേരത്തെ ഡോക്ടർ ജോസ് ടോൺ മല്ലികശ്ശേരി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിലൊക്കെ വന്നപ്പോൾ വല്ലാത്തൊരു ആവേശമായിരുന്നു അതിനെതിരെ പ്രതിഷേധിക്കാൻ. UDFും LDFും ഒക്കെ ഒന്നു ചേർന്ന് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തി. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ഇവർ അവകാശപ്പെടുന്ന, ഇവരുടെ അധീനതയിൽ ഉണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്ന ഭൂമി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. അതിനെതിരെ നേരത്തെ കാണിച്ച പ്രതിഷേധത്തിന്റെ ആവേശത്തിന്റെ ഒരു അംശം പോലും നമുക്കിപ്പോൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ വളരെ വ്യക്തമല്ലേ ഡോക്ടർ ശ്രീ ജോൺസൺ കുഞ്ചുപറമ്പൻ, അതായത് ഈ ഒരു വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഒരു അടിയന്തര പ്രാധാന്യം തന്നെയല്ലേ ഈ ഒരു വാർത്ത നമുക്ക് നൽകുന്ന സൂചന? അതെ. അതിനു മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇന്ന് ഈ ഷെക്കേന ചാനൽ ഇങ്ങനൊരു വിഷയം എടുത്തത് കാരണം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണല്ലോ. ഈ കഴിഞ്ഞ ഈ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു 10 ദിവസത്തോളം ഒരു MLA പുറകെ ഇലക്ഷന്റെ തലേ ദിവസം 9-ാം തീയതി ഇലക്ഷൻ നടന്നതിന്റെ തലേ ദിവസം ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു സിനിമാ നടന്റെ വിധിയുടെ പുറകെ
ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്തില്ല. ഈ വിഷയം ഇപ്പോൾ ഷെക്കേന എടുത്തതിന് ഞാൻ ഷെക്കേനയെ അഭിനന്ദിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോർജി, ഈ ഇപ്പോഴുണ്ടായ കാര്യത്തിന് മുമ്പൊന്നും നമുക്ക് ചിന്തിച്ചു. അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ക്രിമിനൽ നിയമമുണ്ട്, ക്രിമിനൽ കോടതികളുണ്ട്, സിവിൽ നിയമമുണ്ട്, സിവിൽ കോടതികളുണ്ട്. ഈ ക്രിമിനൽ ഒഫൻസ് ഉണ്ടായാൽ അതിനൊരു തർക്കം ഉണ്ടാകും, ആ തർക്കത്തിൽ പരാതി ഉണ്ടാകും. ആ പരാതികൾ അതിൻ്റെ രേഖകളടക്കം പോലീസ് സ്റ്റേഷനിൽ പോകും. പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ നേരിട്ട് കോടതിയിൽ പോയി കോടതി നിയോഗിക്കുന്ന കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ആ ക്രിമിനൽ ഒഫൻസിന്റെ അന്തിമ വിധി എടുക്കാനുള്ള അവകാശം ക്രിമിനൽ കോടതിക്കുണ്ട്, അല്ലേ? അത് കീഴ്ക്കോടതി എടുക്കുന്നു. അതിന് മുകളിലോട്ട് നമുക്ക് അപ്പീൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അപ്പീൽ പോകാം. പരമാധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. ഇത് തന്നെ ഇനി സിവിൽ കേസിലാകട്ടെ, ഒരു ഭൂമി സംബന്ധമായ ഒരു തർക്കം, ഒരു അതിര് തർക്കമോ ഒരു കയ്യേറ്റമോ അല്ലെങ്കിൽ തന്റെ പട്ടയഭൂമിക്ക് കരമടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമോ ഏതെങ്കിലും ആട്ടെ, ഒരു സിവിൽ നിയമത്തിന് സിവിൽ കോടതിയുണ്ട്. ആ കോടതികളിൽ കൂടെ പോയി അതിന്റെ പരമാധികാരം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്, അല്ലെ? ഒരു രാജ്യത്തിന്റെ ഇത്തരം ഏത് വ്യവഹാരങ്ങൾ ഉണ്ടായാലും ആ വ്യവഹാരങ്ങൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു പക്ഷത്തും നമ്മുടെ കക്ഷിയുടെ അഡ്വക്കേറ്റ് മറ്റൊരു പക്ഷത്തും വാദിക്കുകയും ഇതിന്റെ ന്യായാന്യായങ്ങൾ നിരത്തുകയും അത് കേട്ടുകൊണ്ട് അതിന്റെ അന്തിമ വിധി പുറപ്പെടുവിക്കുവാനുള്ള അവകാശം ഭരണഘടന നൽകുന്നത് സുപ്രീം കോടതിക്കാണ്. ആണല്ലോ, തർക്കമില്ലല്ലോ. അവിടെയായിരുന്നു ഈ വഖഫ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. ഈ UPA കോൺഗ്രസ് ആദ്യം കൊണ്ടുവന്നു, പിന്നീട് UPA 2013 കുറെ കൂടെ ഇളവ് കൊടുത്ത ഈ വഖഫ് നിയമത്തിന്റെ അപകടം എന്തായിരുന്നു ജോർജി? അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത ഒരു നിയമമായിരുന്നു. ഇപ്പോ ജോർജി ഇരിക്കുന്ന ഷെക്കേനയുടെ ആസ്ഥാനമായ സ്ഥലം, ആ സ്ഥലം വഖഫാണെന്ന് വഖഫ് അങ്ങോട്ട് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ ജോർജിക്ക് കോടതി പോകാൻ കഴിയില്ല. ഒരു മതനിയമം എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെ? മതനിയമം എന്ന് തന്നെ മനസ്സിലായോ? അത് വഖഫ് അല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ജോർജിക്ക് മാത്രമാണ്. മനസ്സിലായോ അതിന്റെ അപകടം? അത്രയും വലിയൊരു വിഷയം നിൽക്കുന്നു. ആ വിഷയത്തിലാണ് ബഹുമാന്യനായ നമ്മുടെ മല്ലികശ്ശേരി സാറിന് പറഞ്ഞതുപോലെ ഒരു ടെക്സ്റ്റ് ഡോസ്, ഇപ്പൊ കുന്തിരിക്കവും അവരും വളരെ ഒരു ടെക്സ്റ്റ് ഡോസ് ആയിരുന്നല്ലോ. ജോസഫ് സാറിന്റെ കൈ വെട്ടിയത് ഒരു ടെക്സ്റ്റ് ഡോസ് ആയിരുന്നല്ലോ. മല്ലികശ്ശേരി സാറ് പറഞ്ഞതുപോലെ ഒരു 10-30ഓളം ഫയലുകൾ എടുത്ത് ഇങ്ങനെ ടെക്സ്റ്റ് ഡോസിന് വേണ്ടി വെച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ ചീട്ട് പുറത്തേക്ക് ഇറക്കി മുനമ്പത്ത്. മനസ്സിലായോ? ഈ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് മുനമ്പം. പക്ഷേ അവരുടെ ഭൂമിക്ക് നല്ല വാല്യൂ, അല്ലെ? എറണാകുളവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഒരു തീരദേശം എന്ന നിലയിൽ അവിടുത്തെ ലാൻഡ് വാല്യൂ കൂടുതലാണ്. അവിടെയുള്ളവരെല്ലാം അവിടെയുള്ളവരൊക്കെ സാധാരണക്കാരാണ്. വലിയ പ്രതിരോധ ശേഷിയുള്ളവരോ വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ളവരോ വലിയ ഉന്നത സ്വാധീനമുള്ളവരോ ഒന്നുമല്ല. പക്ഷെ അവർ അത് ആ വിഷയം അവരതുവരെ തലമുറകളായി കരമടച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമിയുടെ ഔദ്യോഗിക രേഖ എന്ന് പറയുന്നത് അയാൾ അവകാശപ്പെട്ടയാൾ അത് ഓരോ വർഷവും കരമടയ്ക്കുമ്പോൾ, അല്ലെ? നമ്മളൊരു 5 വർഷം മുമ്പ് അടുത്ത കരത്തിന്റെ രസീത് കൊണ്ട് ഇന്ന് എവിടെയും ചെന്ന ഒരു വാല്യൂ ഇല്ല. ഈ വർഷം, അല്ലെ? ഈ വർഷം കരമടയ്ക്കണം. കരമടയ്ക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അവിടെയുള്ളവർക്ക് ബാങ്ക് വായ്പ എടുക്കാൻ കഴിയില്ല, ഭൂമി വിൽക്കാൻ കഴിയില്ല. ഇത്തരം സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് അവിടെ ഒരു പ്രതിഷേധ സ്വരം ഉയർന്നത്. അപ്പൊ ആ സ്വരം ഉയർന്നപ്പോ അതിനോടൊപ്പം നിൽക്കേണ്ടത് ഇവിടുത്തെ സമുദായങ്ങളുണ്ട്. ക്രൈസ്തവ സമുദായം മാത്രമല്ല, എല്ലാ സമുദായങ്ങളും നിൽക്കണം, എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിൽക്കണം. കാരണം അന്ന് വരെ അവർക്ക് കിട്ടിയിരുന്ന ഒരു അവകാശമാണ് അവിടെ നിഷേധിക്കപ്പെട്ടത്. അപ്പോൾ കൂടെ നിൽക്കേണ്ടവർ അന്ന് കൂടെ നിന്നില്ലായിരുന്നു മാത്രമല്ല, ഇവർക്ക് ഘടകവിരുദ്ധമായി ഒരു മതപ്രീണനത്തിനും ഇത്രമാത്രം നീതിബോധമില്ലാത്തൊരു നിയമത്തിനും വേണ്ടി നിലകൊണ്ടു. നമ്മുടെ അസംബ്ലിയിൽ ഈ മുനമ്പത്ത് സമരരംഗത്ത് പോയി ഈ മുനമ്പൻ ചേർച്ചയോടൊപ്പമാണെന്ന് പറഞ്ഞവരുടെ പ്രതിനിധികൾ പോലും അല്ലെങ്കിൽ പറഞ്ഞവർ പോലും നിയമസഭയിൽ എന്ത് നിലപാടാണ് എടുത്തത്? ആ നിയമത്തിന് അനുകൂലമായ നിലപാടാണ്, അല്ലേ? നമ്മള് ഈ മുനമ്പൻ ചേർച്ചയെ ചെറിയ രീതിയിൽ അഭിനന്ദിച്ചാൽ പോരാ കേട്ടോ, ചെറിയ രീതിയിൽ അഭിനന്ദിച്ചാൽ പോരാ. അതായത് നമ്മുടെ രാജ്യത്തെ മുഴുവനും ചൂഴ്ന്നു തിന്നുന്ന ഒരു നിയമത്തിനെതിരെ പടവാളായി മാറിയവരാ ഈ മുനമ്പൻ ചേർച്ച. ആ ഒരു സമരം കത്തിജ്വലിച്ചത് കൊണ്ടും അതിൽ ബഹുമാന്യ ഷോൺ അടക്കമുള്ള BJP നേതാക്കന്മാർ പോയി ഇടപെട്ടത് കൊണ്ടും BJPയുടെ പ്രസിഡന്റ് അടക്കം അതിൽ ശ്രദ്ധ ചെലുത്തിയത് കൊണ്ടും ആണല്ലോ രാജ്യവ്യാപകമായി ഈ കരിനിയമത്തിനെതിരെ ഒരു
ഭേദഗതി ഉണ്ടായത്. അപ്പം മുൻപൻ ജനതയെ നമ്മൾ അത്ര നിസ്സാരമായിട്ട് കാണപ്പെടാൻ പാടില്ല. അവർ ഈ ഒരു മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കേരളത്തിന്റെ സൈന്യമാണ് ഈ തീരദേശ ജനത എന്ന്. ശരിക്കും കേരളത്തിന്റെ സൈന്യമല്ല, രാജ്യത്തിന്റെ സൈന്യമാണെന്ന് അവർ തെളിയിച്ചു. ഇനി വിഷയത്തിലേക്ക് ജോർജി, ഇപ്പോ കണക്കുകളൊക്കെ മല്ലികശ്ശേരി പറഞ്ഞു, സാറ് പറഞ്ഞു, ഭയങ്കര അപകടപ്പെടുത്തുന്ന കണക്കാ. 8.25 ലക്ഷം ടൈറ്റിലുകളിലായി 38 ലക്ഷം ഏക്കർ ഭൂമി, നമ്മുടെ രാജ്യത്തെ 38 ലക്ഷം ഏക്കർ ഭൂമി വഖഫിൻ്റെതാണെന്ന് അവകാശം സ്ഥാപിച്ചുകൊണ്ട് യാതൊരു രേഖയുമില്ലാതെ UPA ഗവൺമെന്റ് കൊടുത്ത ഒരു പോർട്ടലിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് രജിസ്റ്റർ ചെയ്തു. അപ്പൊ നമുക്കറിയാമല്ലോ, ഇപ്പൊ നമ്മൾ ഒരു പരാതി കൊടുക്കണമെങ്കിൽ കേസ് മാറ്റിലോട്ട് ചെന്നാൽ മതി, തീർച്ചയായും ചെന്നൊരു കേസ് മാറ്റി കൊടുത്താൽ മതി. ഏത് കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ വാംസി എന്ന് പറയുന്ന പോർട്ടലിൽ കൂടെ ചിന്തിച്ചു നോക്കിയേ, പലർക്കും അറിയത്തില്ല ഏതൊക്കെ ഭൂമിയാണെന്ന് പോലും. ഇപ്പൊ ഞാനൊക്കെ ഇരിക്കുന്ന വീടും മല്ലികശ്ശേരി സാർ ഇരിക്കുന്ന വീടും ജോർജ് ഇരിക്കുന്ന സ്ഥാപനത്തിന്റെ സ്ഥലമൊക്കെ വഖഫിലാണോന്ന് നമുക്കറിയത്തില്ല. കയറി നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ അല്ലെ. 38 ലക്ഷം ഏക്കർ ഭൂമി നമ്മുടെ രാജ്യത്തേത് ഈ 30 സംസ്ഥാനങ്ങളിലായി, കേന്ദ്രഭരണ പ്രദേശങ്ങളിലായി, അതും ചങ്കായ ഭൂമി. അങ്ങനെയാണല്ലോ, ചങ്കായ ഭൂമി മുഴുവനും വഖഫാണെന്ന് അവരങ്ങ് ആ പോർട്ടലിൽ കൂടെ സ്ഥാപിച്ചു. ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇങ്ങനെ ഒരു അമെന്റ്മെന്റിന്റെ സാഹചര്യം മുനമ്പൻ ജനത ഉയർത്തിക്കൊണ്ടുവന്ന് ഉണ്ടായില്ലായിരുന്നെങ്കിൽ, അതാണ് ചോദ്യം. ഈ അമെന്റ്മെന്റ് ഉണ്ടായിട്ടില്ലായിരുന്നു എങ്കിൽ 2047 രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ 38 ലക്ഷം ഏക്കർ ഭൂമി ആരുടേതാകുമായിരുന്നു? അതിലധികം ഭൂമി ആരുടേതാകുമായിരുന്നു? മനസ്സിലായോ അപകടം? ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഴുവൻ ആ രീതിയിൽ കൊണ്ടുവരുന്നു. ആ കൂടെ ഭൂമിയുടെ അവകാശം 38 ലക്ഷം ഏക്കർ ഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങൾ മുഴുവൻ അഭയാർത്ഥികളായി ഈ രാജ്യത്ത് ജീവിക്കേണ്ടി വരും. ജോർജിയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി തൃശ്ശൂർ പട്ടണത്തിൽ തട്ടുകട മുന്നിൽ വന്ന് കിടക്കേണ്ടി വരും. 38 ലക്ഷം ഏക്കറിൽ ഷെക്കാനയുടെ ആഫീസ് ഉണ്ടെങ്കിലേ ഈ നിയമം പാസ്സായില്ലായിരുന്നെങ്കിൽ ഒരു സംശയമില്ല, ജോർജി ഇറങ്ങി തൃശ്ശൂർ പട്ടണത്തിൽ ഇരിക്കേണ്ടി വരും. വഖഫിന്റെ ഭൂമിയാണെന്ന് തെളിയിക്കും. മനസ്സിലായോ? അത്ര വലിയ അപകടം. അതിനെതിരെ ആ നിയമം കരിനിയമമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു അമെന്റ്മെന്റ് ഉണ്ടായി. വലിയ കോലാഹലം ഉണ്ടായല്ലോ. നമ്മുടെ മല്ലികശ്ശേരി സാറ് പറഞ്ഞ പോലെ വലിയ കോലാഹലം, രാഷ്ട്രീയക്കാർക്കൊക്കെ എന്താ ആവേശമായിരുന്നു അല്ലേ? എന്നാൽ പിന്നെ അവർക്ക് ആ അവകാശം സ്ഥാപിക്കാനുള്ള ഈ പോർട്ടലിൽ വേണ്ട വിധം ഉപയോഗിക്കാനാവുന്നില്ലെങ്കിൽ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകട്ടെ. ഞങ്ങൾ പോർട്ടലിൽ പറയാം അല്ലെ, ഒരു കാരണമെങ്കിലും പറഞ്ഞുകൊണ്ടൊരു പ്രതിഷേധം എവിടെയെങ്കിലും കേട്ടോ? ആരെങ്കിലും പറയുന്നത് കേട്ടോ? ആരും ഉയർത്തിയിട്ടില്ല. യഥാർത്ഥമായ വിഷയം അവരൊന്ന് ഉയർത്തേണ്ടുന്നത് അവർക്ക് ഇത് സാധിക്കുന്നില്ല എങ്കിൽ ഈ പോർട്ടലിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എറർ ഉണ്ടെങ്കിൽ അവരത് ചൂണ്ടിക്കാണിക്കണം അല്ലെ? അതവർ ചെയ്തില്ല. പിന്നെ രണ്ടാമതെന്താ, അങ്ങനെ ചെയ്യാനാവുന്നില്ല എങ്കിൽ, അവർക്ക് അവരുടെ ഡോക്യുമെന്റുകൾ സമർപ്പിക്കാനാവുന്നില്ലെങ്കിൽ, വിവരങ്ങളൊക്കെ മല്ലികശ്ശേരി സാർ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനൊന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. അവർ അതിലേക്കൊന്ന് കയറിയാൽ മതി, ആ സൈറ്റിലോട്ടൊന്ന് കയറിയാൽ മതി. മനസ്സിലായോ? ഈ ഇത്രയും ടൈറ്റിലുകൾ ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ടൈറ്റിൽ ഇരിപ്പുണ്ടെങ്കിൽ, ഞാനൊരു വഖഫിന്റെ അധികാരിയാണെങ്കിൽ ഞാൻ ഈ സൈറ്റിൽ കയറി എന്റെ ഈ ടൈറ്റിൽ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ബാക്കി രേഖകൾ ഇപ്പൊ കൊടുക്കണ്ട. അല്ല, അത് മാത്രമല്ല, ഈ സൈറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടും സർക്കാരിന് അയച്ചു കൊടുക്കാം. വഖഫ് ബോർഡിന് കൊടുക്കാം. അതുപോലും ചെയ്യാതെ, അത് ചെയ്തതും 2 ലക്ഷത്തി, അല്ല യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2 ലക്ഷത്തി സംതിങ്, അതുകൂടെ വരുമ്പോൾ 5 ലക്ഷത്തോളം. എന്നാലും 3.25 ലക്ഷം ടൈറ്റിലുകളുടെ ഉത്തരവാദിത്തം എവിടെയാ ജോർജി? 8.25 ലക്ഷം ഉണ്ടായിരുന്നല്ലോ വാംസിയില്. ബാക്കി 3.25 ലക്ഷം സ്വത്തുക്കൾ, അത് എത്ര ഏക്കർ വരും? എത്ര ലക്ഷം ഏക്കർ വരും? അതിനൊരു രേഖയില്ലാണ്ട് ഇപ്പം ഏറ്റവും വ്യക്തമായി തെളിഞ്ഞില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു നിയമം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോ ഏതോ ഒരു സമുദായ നേതാവിന്റെ ഒരു വീഡിയോ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരവും
സുപ്രീം കോടതി മന്ദിരവും വരെ വഖഫ് ഭൂമിയിലാണെന്ന് പറയുന്നൊരു വീഡിയോ. അത് ഒരുപക്ഷെ സത്യമായിരിക്കാം, ഒരുപക്ഷെ സത്യമായിരിക്കാം. കേരള നിയമസഭ ഇരിക്കുന്നതും കൊച്ചിയിലെ ഹൈക്കോടതി ഇരിക്കുന്ന വലിയ കെട്ടിടവും വഖഫ് ഭൂമിയല്ലെന്ന് ജോർജിക്ക് ഉറപ്പുണ്ടോ? മല്ലിക സാറിന് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ടോ? ആർക്കും ഉറപ്പില്ല. ഈ 38 ലക്ഷം ഏക്കറിൽ ഇപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യാതിരിക്കുന്ന 3.25 ലക്ഷം ടൈറ്റിലുകളുണ്ടല്ലോ, അത് എത്ര ലക്ഷം ഏക്കർ വരും? അതിൽ ഏതൊക്കെ ഭൂമി ഉണ്ടായിരുന്നു? എന്തുകൊണ്ടാണ് ഇവർ എനിക്ക് ഭയപ്പെടുന്നത്? തോന്നുന്നു അത് മാത്രമല്ല, ഈ പറയുന്ന ശ്രമിച്ചു എന്ന് പറയുന്ന ഈ 5 ലക്ഷം ഏക്കറും അതും കൺഫർമേഷനിലേക്ക് വന്നിട്ടില്ല. അതുകൂടി നമ്മൾ നോക്കണം. അതുകൂടി അല്ല, അതൊരു രേഖ ഉണ്ടാക്കാൻ വേണ്ടി അവര്, അതായത് ഞങ്ങൾ ഇത്രമാത്രം സമർപ്പിക്കപ്പെട്ടു, അത് പല കാരണങ്ങൾ കൊണ്ട് ഗവൺമെന്റോ അല്ലെങ്കിൽ ഇതിന്റെ ഔദ്യോഗികമായ ആൾക്കാരോ നിരസിച്ചു എന്നൊരു കാരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ രജിസ്റ്റർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അത് മാത്രമല്ലേ, ഈ സമർപ്പിക്കാത്തതിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഈ രേഖ ഇല്ല എന്ന് അവർക്ക് സമ്മതിക്കുകയല്ലേ? ആണല്ലോ, രേഖ ഉണ്ടെങ്കിൽ സമർപ്പിച്ചിട്ടല്ലേ കുറ്റം പറയാനാവുള്ളൂ. അപ്പോൾ ഒരു സംശയവും വേണ്ട ജോർജി, ഈ രാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള നീക്കം സ്വാതന്ത്ര്യം പ്രാപിച്ച ആ നിമിഷം മുതൽ കോൺഗ്രസ് നേതൃത്വത്തിൽ കടന്നുകൂടിയ ജിഹാദികൾ ചെയ്തിട്ടുണ്ട്. ഈ 2013 2020 ഒന്നും കാര്യമല്ല പറഞ്ഞത്. 1947 മുതൽ കോൺഗ്രസിൽ ഇത്തരം ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമുദായത്തിന് വേണ്ടി മാത്രമായി ചില പരിരക്ഷ കൊടുക്കുന്ന നിയമമുണ്ട്. ആ നിയമത്തെ കുറെ കൂടെ തീവ്രമാക്കി 2013 UPA കൊണ്ടുവന്ന് ഈ ഇളവുകൾ കൊടുത്ത് ഇത്രമാത്രം ഭൂമി അവരുടെ കൈവശത്തേക്ക് കൊണ്ടെത്തിച്ചത് യാദൃശ്ചികമാണെന്ന് വിചാരിക്കേണ്ടി, യാദൃശ്ചികമാണെന്ന് വിചാരിക്കേണ്ടി. ഇപ്പോ തിരുവനന്തപുരത്ത് ഒരു പഠനശാലയ്ക്ക് കൊടുത്ത ഭൂമിയിലാണ് AKG സെന്റർ ഇരിക്കുന്നത്. മനസ്സിലായോ? ഒരു പഠനശാലയ്ക്ക് കൊടുത്തതാ. അത് അത്രയും ഭൂമി മാത്രമല്ല അവർ ആ കാര്യത്തിന് മാറ്റി വിനിയോഗിച്ചിട്ടുള്ളൂ. ഇതുപോലെ ഈ രാജ്യത്തെ എത്ര ലക്ഷം ഏക്കർ ഭൂമിയാണ് ഈ വഖഫ് ഏറ്റെടുത്തിരിക്കുന്നത്? അതിന് നിയമസാധുത കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എവിടെ പോയി നിന്നു? തീർച്ചയായും ഇതൊക്കെ ജോർജി, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും നമ്മളെ ഭയപ്പെടുത്തണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ജോർജി. മറ്റ് സ്ത്രീ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ പോകുന്നു. ശ്രീ ജോൺസൺ കൊച്ചുകുറുമ്പൻ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലയളവിൽ. ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനി ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ അല്ലെങ്കിൽ പല വിവാദങ്ങളും ഇനി ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് അവർ കൊണ്ടുവരും. സ്ത്രീ വിഷയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ചിലരുടെയൊക്കെ ഒരു അജണ്ട സ്ഥാപിച്ചിട്ട്, അത് നമ്മൾ സ്ഥിരം വർഷങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പാറ്റേണാണ്. തീർച്ചയായിട്ടും അറുതി വരേണ്ടിയിരിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ചർച്ച ചെയ്ത വിഷയം വഖഫ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഒരു അടിയന്തര പ്രാധാന്യം തന്നെയാണ് ഈ ദിവസങ്ങളിൽ ഈ ഉമ്മീദ് പോർട്ടലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. 3 മാസം വരെ പിഴ കൂടാതെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം കൂടി കേന്ദ്ര സർക്കാർ അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടും ഇതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇനിയും അതിൽ രജിസ്ട്രേഷൻ ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ചില അജണ്ടകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഈ വിഷയത്തിൽ വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഒപ്പം തന്നെ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, രണ്ടുപേർക്കും നന്ദി.